ശാന്തി പർവ്വത്തിൽ ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഉപകാരപ്പെടുന്ന വിജ്ഞാനപ്രദമായൊരു കഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അത്യാഗ്രഹവും നെറികേടും ഒരുവനെ എങ്ങനെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ഈ ശ്വർഷി സംവാദം നമുക്ക് കാണിച്ചു തരുന്നു. പോകാം വീഡിയോയിലേക്ക്. ഒരു കൊടുങ്കാട്ടിൽ സകല ഇന്ദ്രിയങ്ങളെയും അടക്കി തപസ്സു ചെയ്യുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. മൃഗങ്ങൾ പോലും അദ്ദേഹത്തിന്റെ പ്രഭാവത്താൽ ശാന്തരായി കഴിഞ്ഞിരുന്നു. ആശ്രമത്തിൽ മഹർഷിയെ ആശ്രയിച്ചു കഴിയുന്നൊരു നായയും ഉണ്ടായിരുന്നു. ഒരു ദിവസം വിശന്നു വലഞ്ഞൊരു നരി നായയെ പിടിക്കാനായിട്ട് വന്നു. പേടിച്ചു വിറച്ച നായ തന്റെ ജീവരക്ഷയ്ക്കായി മഹർഷിയെ അഭയം പ്രാപിച്ചു. കാരുണ്യവാനായ മഹർഷി തന്റെ തപോബലത്താൽ നായയെ ഒരു നരിയാക്കി മാറ്റി. തന്റെ ശത്രുവിനെ പോലെ കരുത്തനായപ്പോൾ നായയുടെ പേടി മാറി. കുറച്ചു നാൾ പിന്നിടവേ ഒരു ദിവസം ആ നരിയുടെ അരികിലേക്ക് ഭയങ്കരനായ ഒരു വ്യാഘ്രം വന്നു. നരിയെ തിന്നുവാൻ ആ ഭയങ്കര ജന്തു വായ പിളർന്നാണ് എത്തിയത്. കൊല്ലാനാഞ്ഞ് ദംഷ്ട്ര കാട്ടി പാഞ്ഞു വരുന്ന വ്യാഘ്രത്തെ കണ്ട് അവൻ വീണ്ടും മഹർഷിയെ ശരണം പ്രാപിച്ചു. ദയ തോന്നിയ മഹർഷി ഉടനെ ആ നരിയെ വന്നടുക്കുന്ന ശത്രുവിനേക്കാൾ ശക്തനായ വ്യാഘ്രമാക്കി മാറ്റി. ഇത് കണ്ട് കൊല്ലാനെടുത്ത വ്യാഘ്രം തിരിഞ്ഞോടിപ്പോയി. നായ നരിയായി, നരി വ്യാഘ്രമായി. അവൻ ബലവാനായ മാംസഭോജിയായി തീർന്നു. അവൻ ഇഷ്ടം പോലെ മൃഗങ്ങളെ പിടിച്ചു നിന്ന് ആശ്രമത്തിൽ വിഹരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ തടിച്ചുരുണ്ട ഒരു മത്തഗജം അവിടെ എത്തിച്ചേർന്നു. മതജലം പൊട്ടിയൊഴുകുന്ന മസ്തകത്തോടെ വിരിഞ്ഞ പാണ്ടുള്ള ആന വലിയ കൊമ്പും കരുത്തുള്ള മെയ്യുമായി വരുന്നത് കണ്ട് വ്യാഘ്രം പേടിച്ചരണ്ട് ഒരിക്കൽ കൂടി മഹർഷിയുടെ കാൽച്ചോട്ടിൽ വന്നണഞ്ഞു. ഉടൻ തന്നെ മുനി വ്യാഘ്രത്തെ ലക്ഷണമൊത്ത ഒരാനയാക്കി മാറ്റി. ഇത് കണ്ടിട്ട് ആക്രമിക്കാൻ അടുത്തു വന്ന ആന ഭയന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ നമ്മുടെ ആ നായ ആനയുടെ രൂപത്തിൽ ഉല്ലാസത്തോടെ കഴിഞ്ഞു വരവേ മൃഗേന്ദ്രനായ ഒരു ചെമ്പൻ സിംഹം ഒരിക്കൽ അവനെ കൊല്ലാനെടുത്തു. ആനകളുടെ അന്തകനായ സിംഹം കൊല്ലാൻ പാഞ്ഞെടുക്കുന്നത് കണ്ട ആന സിംഹഭയം കൊണ്ട് മുനിയുടെ അടുക്കൽ ചെന്നു. മുനി ഉടനെ അവനെ ഒരു സിംഹമാക്കി രൂപമാറ്റം നൽകി. കാട്ടുസിംഹത്തെ ഈ സിംഹം ഒട്ടും ഭയപ്പെട്ടില്ല. അവനെ കണ്ട് കാട്ടുസിംഹം ഓടി മറഞ്ഞു. അങ്ങനെ നമ്മുടെ നായ സിംഹരൂപത്തിൽ എതിരാളികളില്ലാതെ കഴിഞ്ഞു വരവേ യാദൃച്ഛികമായി ഒരു ശരഭം കാട്ടിൽ വന്നുയർന്നു. സർവ്വ ജന്തുക്കളെയും നശിപ്പിക്കുന്ന അവൻ അതീവ ബലവാനായിരുന്നു. 8 കാലും മേൽപോട്ട് കണ്ണും വനഗോചരനുമായിട്ടുള്ള ശരഭം മുനിയുടെ സിംഹത്തെ കൊല്ലാനായി പാഞ്ഞെടുത്ത നിമിഷം സിംഹം മുനിയുടെ കാൽച്ചുവട്ടിൽ വീണ്ടും അഭയം തേടി. മനമലിഞ്ഞ മഹർഷി ഏറ്റവും ഒടുവിൽ സിംഹത്തെ പോലും കൊല്ലാൻ കഴിവുള്ള 8 കാലുകളുള്ള ഭയാനകമായ ശരഭം എന്ന ജീവിയായി ആ നായയ്ക്ക് രൂപമാറ്റം നൽകി അനുഗ്രഹിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ശക്തി താനാണെന്ന അഹങ്കാരം ഈ ജീവിയിൽ ഉണർന്നു. എന്തിനാണ് ഞാൻ ഈ മഹർഷിയെ ഭയപ്പെടുന്നത്? ഇയാളെ കൊന്നു തിന്നാൽ എനിക്ക് ഈ കാട് മുഴുവൻ അടക്കി വാഴാം എന്ന് ഈ നന്ദി കെട്ട ജീവി ചിന്തിച്ചു. ധ്യാനത്തിലായിരുന്ന മഹർഷി ശരഭത്തിന്റെ മനോഗതി മനസ്സിലാക്കി. അദ്ദേഹം ശാന്തനായി കണ്ണുകൾ തുറന്നു. എടാ ദുഷ്ടജീവി, നായയായിരുന്ന നിന്നെ എന്റെ തപോശക്തിയാലാണ് ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആ എന്നെ തന്നെ കൊല്ലാൻ നീ തുനിയുന്നു. നിന്റെ ഉള്ളിലിരിപ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നന്ദി കെട്ട നിനക്ക് ചേരുന്നത് ആ പഴയ രൂപം തന്നെയാണ്. നീ വീണ്ടും നായയായി തന്നെ തീരട്ടെ. മഹർഷിയുടെ ശാപത്താൽ ശരഭം വീണ്ടും നായയായി മാറി. നന്ദികേട് കാണിച്ച മഹാപാപിയെ മഹർഷി ആശ്രമത്തിൽ നിന്നും പുറത്താക്കി. ഈ ഒരു കഥയിലൂടെ പിതാമഹൻ പഠിപ്പിച്ച പാഠം വളരെ വലുതാണ്. നമ്മളെ സഹായിച്ചവരോടും ഉയർച്ചയിലേക്ക് നയിച്ചവരോടും ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. അർഹതയില്ലാത്ത പദവികൾ ഒരുവനെ അഹങ്കാരിയാക്കുമെന്നും അത് അവസാനം അവന്റെ നാശത്തിലേക്ക് തന്നെ നയിക്കുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. രാജാക്കന്മാർ മന്ത്രിമാരെയും ഭൃത്യന്മാരെയും ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കുലീനതയും സ്വഭാവ മഹിമയും പരിശോധിക്കണമെന്നും ഭീഷ്മർ ഇതിലൂടെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ആധുനിക കാലത്തെ ഭരണകർത്താക്കളും ഇത് മനസ്സിലാക്കേണ്ട ഒരു പാഠം തന്നെയാണ്. യോഗ്യരല്ലാത്ത സ്റ്റാഫുകൾ മുഖാന്തരം മന്ത്രിമാരും, അതുമാത്രമല്ല യോഗ്യരല്ലാത്ത മന്ത്രിമാർ മുഖാന്തരം സർക്കാരുകൾ തന്നെയും പഴി കേൾക്കേണ്ടി വന്ന നിരവധി സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാവും. ശരിയല്ലേ? ഭീഷ്മർ പറഞ്ഞ ഈ ഒരു പാഠം സാർവകാലികമാണ്. ഏതൊരു കാലത്തും ഏതൊരു സാഹചര്യത്തിലും
പിന്തുടരേണ്ടതാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സത്യം വദ ധർമ്മം ചര, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കുക. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.